അന്നൊക്കെ ചെലവിന് പോകുന്ന വീട്ടിൽ കുട്ടികളെ ഉപദേശിക്കും ഉസ്താദുമാർ എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ടത്, ഒരു വീട്ടിൽ കയറേണ്ട മര്യാദ എങ്ങനെയാണ്, അതൊക്കെ ഉസ്താദുമാരാ പറഞ്ഞു തരല്ലേ. അവർ പറയാറുണ്ട്, നമ്മളൊക്കെ ഉസ്താദ് പറഞ്ഞു തന്നത് നിങ്ങൾ ആ വീടിൻ്റെ മെയിൻ ഗേറ്റിലൂടെ മാത്രമേ പോകാവൂന്ന. ചിലപ്പോൾ ഇങ്ങനെ മുത്താലിമീങ്ങൾ അടുത്തടുത്ത വീട്ടിൽ പോകുമ്പോൾ ഒന്നിച്ചിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, മറ്റേ പുരയിൽ കയറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കയറി ഇപ്പുറത്തെ മതിൽ ചാടി ഇങ്ങോട്ട് ചാടിയാൽ കുറുക്കേക്ക് ഇങ്ങോട്ട് എത്തും. പക്ഷെ അത് അടുക്കളൻ്റെ അടുത്ത് കേൾക്കും ചാടുക, അല്ലേ പെണ്ണുങ്ങൾ അലക്കണ കല്ലുമ്മ കേൾക്കും വന്ന് ചാടുക. എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പുരയ്ക്ക് പോകുമ്പം കുറുക്കൈ പിടിക്കരുത്, ഓല നേരെ ഗേറ്റിൻ്റെ അടുത്തൂടെ പോകണം. എന്നിട്ട് വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണ് ആ വീട്ടിൽ കയറേണ്ടത്? പരിചയമുള്ള വീടാണ്, എന്നും വരുന്ന വീടാണെന്ന് കരുതി ഓടിക്കയറാൻ പറ്റൂല. ഇക്കാക്കൻ്റെ വീടാണെങ്കിലും അനുജൻ അങ്ങോട്ട് ഓടിക്കടന്നുകൂടാ. പെങ്ങളെ വീട്ടിലേക്കാണെങ്കിലും നമ്മൾ ഒച്ചണ്ടാക്കാതെ കടന്നു ചെല്ലാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. ഓ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത മറ്റൊരാളെ വീട്ടിലേക്കും സമ്മതം ചോദിച്ചും സലാം പറഞ്ഞുമല്ലാതെ കയറി ചെല്ലരുതേ. അതിനി എല്ലാവരും കൂടി താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ ജ്യേഷ്ഠനും ഭാര്യയും ഉറങ്ങുന്ന റൂമിലേക്ക് കടക്കുകയാണെങ്കിലും അവരിങ്ങോട്ട് കടക്കുകയാണെങ്കിലും സമ്മതം ചോദിച്ച് സലാം പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. വേട് കയറരുത്. ചില ആൾക്കാർ ഇങ്ങനെ അടി ചെല്ലുകയാണ്, അടുക്കള വരെ ഒരൊച്ച ഉണ്ടാക്കാതെ. ഓള് മീൻ പൊരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിലേട്ട് കൊഞ്ചം പൊരിക്കാലേ എന്നുണ്ട്, ഒന്ന് കൈയിട്ട് തിന്നുകൊണ്ടാ എവിടെ പോയി മൂപ്പരിന്ന് നോക്കണം. ഒരാളെ വീട്ടിൽക്കും അങ്ങനെ കയറിപ്പോകാൻ പാടില്ല. പുറത്തുനിന്ന് സമ്മതം ചോദിക്കണം. സമ്മതം ചോദിച്ച് സമ്മതം കിട്ടിയാൽ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കടക്കണം. അങ്ങനെ പോകണം. സമ്മതം ചോദിക്കുമ്പം തന്നെ വാതിലിൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കണം ഉസ്താദുമാർ പറഞ്ഞു തരലുണ്ട്. നിങ്ങൾ നേർക്ക് നേരെ എങ്ങനെ നിൽക്കരുത് എന്നാ. കാരണം എന്താ, നമ്മൾ ഈ വരുന്ന സമയം ഇപ്പോൾ പല ആവശ്യത്തിന് നമ്മൾ വീട് കയറുമല്ലോ, ആ വരുന്ന സമയം ചിലപ്പോൾ ഇവളെ ഭർത്താവ് സാധാരണ ഉച്ചക്ക് കട അടച്ച് വീട്ടിലേക്ക് വരുന്ന നേരത്തായിരിക്കും നമ്മൾ എന്തോ ഒരാവശ്യത്തിന് ചെന്നത്. അപ്പോൾ ഇവളുടെ ധാരണ ഭർത്താവാണ് എന്നാ. അപ്പോൾ ഭർത്താവ് വരുന്ന സമയത്താണല്ലോ ബെല്ലടി കേട്ടത്. അപ്പം ചിലപ്പോൾ ഒരു വരവുണ്ടാവും, തലയിലും ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ മൂപ്പരാന്ന് വിചാരിച്ച് ഓടി വന്നതാ. അപ്പം വന്നപ്പോഴേക്കും നമ്മളെ കാണുക. അപ്പം എന്ത് ചെയ്യരുത്, അന്യൊരാളെ പൊരൻ്റെ മുമ്പിൽ നേരെ നിന്ന് ബെല്ലടിച്ചിങ്ങനെ നേരെ നിൽക്കരുത്. ബെല്ലടിച്ചൊന്നിങ്ങനെ തിരിഞ്ഞ് നിൽക്കണം എന്നാ, നമ്മളിങ്ങനെ കാണരുത്. അപ്പോൾ ഒരു ഭർത്താവല്ല എന്ന് കണ്ട അവർ അതിനനുസരിച്ചുള്ള ഒരുക്കം നടത്തും. എന്നിട്ട് അതേ സമയത്ത് കാണാത്ത ഭാഗത്തേക്ക് മാറി നിൽക്കാനും പാടില്ല എന്നാ. കാണാത്ത ഭാഗത്ത് മാറി നിന്നാൽ കള്ളനാന്നാ വിചാരിക്കുക. ബെല്ലടിച്ചിട്ട് ആളെ കാണുന്നില്ല, അപ്പോൾ ഒരു പേടിച്ചു. അപ്പോൾ ആളെ കാണുകയും ചെയ്യണം, എന്നാൽ നേർക്കുനേരെ നിൽക്കുകയും ചെയ്യരുത്. പിന്നെ വീട്ടിൽ കയറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്യരെ വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾ അകത്തേക്ക് കാണുന്ന സ്ഥലത്ത് ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഉള്ളിൽ സ്ത്രീകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സ്ഥലമുണ്ട്. അങ്ങോട്ട് കാണാത്ത രീതിയിൽ ഇപ്പുറത്ത് മാറിയിരിക്കണം. ഇങ്ങനെയൊക്കെ ഉസ്താദുമാർ ഓരോ വിഷയത്തിലും നമ്മളെ ചലനങ്ങളും നിശ്ചലാവസ്ഥയൊക്കെ എങ്ങനെ ആവണം എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഈ ദീനിൻ്റെ അദബും മര്യാദയൊക്കെ ഇവിടെ നിലനിർത്തിയിരുന്നത്.